CCTV ഇന്ന് ഓണാഘോഷവുമായി എത്തിയിട്ടുള്ളത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് തകർക്കാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് മലയാളി മംഗകൾ സുന്ദരികളായിട്ട് നല്ല സെറ്റുമുണ്ടും സെറ്റ് സാരിയും ധാവണിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഈ ഓണാഘോഷം തകർക്കാനായിട്ട് ഇവിടെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും ഇന്ന് ഈ കോളേജിലൊപ്പം ഓണാഘോഷം തകർക്കുകയാണ്. ഓണാഘോഷത്തിൻ്റെ ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തിരുവാതിരക്കളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ സുന്ദരി മണികളുടെ തിരുവാതിരക്കളിയാണ്. എല്ലാവരും റെഡിയല്ലേ? ഒരുപാട് നാളത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടോ? എല്ലാവർക്കും അത്ര ഉഷാറ് പോരല്ലോ. എന്തായാലും ആദ്യത്തെ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ ഇവർ കുറച്ചും കൂടി എനർജറ്റിക് ഒക്കെ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും കാണാം.
മിന്നും മിന്നൽ മിന്നാരം ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം ഉള്ളിനുള്ളിൽ തുടിക്കും അന്തി പിന്നിൻ റാന്തൽ പൂവട്ടം കുരവ കുഴല് തണ്ടനത്തനം പാടി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പടകേറി വാ തടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ എടിയ പോവുമേ ഹര ഹരോ ഹരാ ചുന്ദരിയേ മുത്താമുന്തിരിയേ ചുന്ദരിയേ മുത്താമുന്തിരിയേ തകില് തുകില് കുരവ കുഴല് തണ്ടനത്തനം പാടി വാ സട്ടക്ക് പട്ടക്ക് തുഴ இது என்ன உடம்பா வெடக்கோழி குழம்பா புரியாம நான் பாக்குறேன் சமைச்சது தாண்டா உனக்காக இல போடுறேன் ரெக்டர் வச்சு பார்த்தா நீ 10 அத்து குவேக்கு ஒட்டு மொத்தம் உடலாடுதே வெற்றி வச்சு போன ஒரு வாட்டர்மெலன் கேக்கு Get together வேணும் நாம கெட்டு போக ஆமாங்கோ ஆமாங்கோ ஜிங்கின மண்ணி சிரிச்சு புட்டா நெஞ்சில ஆண்டி குட்டு மாங்கா தோப்புக்குள்ள நண்டு போல வந்தாயே யாருமில்லா நேரம் பார்த்து கை பிடிச்சாயே தப்பு வளைய போல கத்திரியே அந்த இடத்தில் விட்டு போட்டு இப்ப திட்டிரியே தண்டவாள நரம்பு மேல ரயில் போல ஓடுறியே துட்டு துண்டா உயிரை விட்டு தூக்கி போடுறியே செய்யனால வேர்வை போல மார்பு மேல பூக்குறியே எந்த கண்ணின் இமையை திறந்து எட்டி பாக்குறியே വൈബോണാണ് അതിൻ്റെ ഒരു തിമിർക്കലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. എനിക്ക് തോന്നുന്നു സാധാരണ മാവേലി വരുന്നത് ആ ഒരു തീം തന്നെ മാറിയില്ലേ, ബുള്ളറ്റിലൊക്കെയാണ് നമ്മുടെ മാവേലി വന്നത്. അപ്പോൾ ശരിക്കും മാവേലിയും ഇപ്പോൾ ജെൻസി ആയോ? നോം ഇത്തിരി കഷ്ടപ്പെടേണ്ട എന്തായാലും. പിള്ളേരൊക്കെ വലുതാകുമ്പോൾ നമ്മളും വലുതായി നമ്മളെ പുച്ഛിച്ച് വിടില്ലേ. പിന്നെ നോമിൻ്റെ അടുത്ത് വരണ്ടെന്നൊക്കെ പറഞ്ഞാലോ, നോമിന് ആകെ ഓണത്തിനാണ് വരാൻ പറ്റുക. അതിനും വരണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നോം ബുദ്ധിമുട്ടും. അപ്പോൾ പിള്ളേരൊപ്പം പിടിച്ചിരിക്കാൻ നോം ഇതൊക്കെ കയറ്റി നോക്കും. മാവേലിക്ക് പണ്ടത്തെ ആ ഒരു ഓണാണോ അതോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ജെൻസി ഓണത്തിനാണോ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? അത് താല്പര്യമാണ്. അന്നത്തെ ആൾക്കാർക്ക് അങ്ങനെയായിരുന്നു താല്പര്യം.
അപ്പോൾ ആ രീതിയിലുള്ള ഓണം അടിപൊളിയായിരുന്നു. ഇതൊന്നും ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, എല്ലാം അടിപൊളിയാണ്. ജെൻസിയുടെ ഒപ്പം നിൽക്കേ പറ്റുള്ളൂ എന്ന്. അതെ, നമുക്കും പോകണ്ടേ, നമുക്കും ജീവിച്ചു പോകണ്ടേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ ഇവിടുത്തെ ഒരു ഓണം? എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ? ഇവിടുത്തെ ഓണം എപ്പോഴും അടിപൊളിയാണ്. ഇപ്രാവശ്യത്തെ ഓണം 2 ദിവസമായിരുന്നു. എല്ലാവരും ആടിയും പാടിയും തിമിർക്കുകയാണ്. തകൃതവും എന്നാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആയിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും അനുവാദം അല്ലേ, എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? നമ്മുടെ പ്രേക്ഷകരും അറിയട്ടെ ഇവിടുത്തെ ഒരു എന്തായിരുന്നു പേര് ഓണത്തിന്റെ? തകൃതവും. അപ്പൊ തകൃതവും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേര് തന്നെയാണെന്ന് അറിഞ്ഞാലോ? റെഡിയാണോ? ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ ഇറോ ഇറോ. താങ്ക് യു. നമ്മൾ അടുത്തൊരു പെർഫോമൻസിലേക്ക് പോവുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒത്തൊരുമയുടെ എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോഴാണ് ഓണം കളർഫുൾ ആവുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല ടീച്ചർമാരും പൊളിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഒരു തിരുവാതിര ഫ്യൂഷനുമായിട്ട് ഇവിടുത്തെ അധ്യാപകർ വേദി കീഴടക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കിടിലൻ പെർഫോമൻസ് കാണാം. കർക്കിടകത്തേവരെ കുടം കുടം തുടം തുടം നീ വാർത്തേ. മഴവിൽ കൊടിമാനത്ത് പൊന്നമ്പല മുറ്റത്ത് വിരിയുന്നു ഒഴിയുന്നു അലിങ്ങലിഞ്ഞ ഉലഞ്ഞു മാറുന്നു. മഴവിൽ കൊടിവാരത്ത് പൊന്നമ്പല മുറ്റത്ത് വിരിയുന്നു ഒഴിയുന്നു അലിഞ്ഞലിഞ്ഞുലഞ്ഞു മാറുന്നു. മാനത്തൊരു മയിലാട്ടം തിരുമുടിയാട്ടം അകുന്നു വിളയുന്നു ഇടഞ്ഞിടഞ്ഞൊഴിഞ്ഞു നീങ്ങുന്നു.
സത്യത്തിൽ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയിട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികളെക്കാൾ എനർജറ്റിക് ആണ് ടീച്ചർമാർ. നിങ്ങളുടെ ടീച്ചർമാർ പൊളിയല്ലേ? ആണോ? എന്ത് തോന്നി നിങ്ങൾക്ക് പെർഫോമൻസ് കണ്ടപ്പോൾ? ഇപ്പൊ ടീച്ചർമാർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് എങ്ങനെയാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു ടീച്ചറെ? നമുക്കങ്ങനെ പരിശീലിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ച് സമയം ക്ലാസ് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് എല്ലാവരും കൂടെ, പിന്നെ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തിരുവാതിര കളിക്കുക എന്നുള്ളതിനേക്കാളും എല്ലാവരും കൂടെ ആ ഒരു ഓണാഘോഷത്തിൽ പങ്കാളികളാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 15 മിനിറ്റ് പല ടീമായിട്ട് വന്ന്, ഇന്നിപ്പോൾ ഇതിന് മുന്നേ ആയിരിക്കും എല്ലാവരും കൂടെ ഒന്ന് കളിച്ച് നോക്കിയിട്ടുണ്ടാവുക. പിന്നെ എല്ലാവർക്കും ആ ഒരു ആഘോഷത്തിനോടുള്ള ആ ഒരു ഒരുപാടുള്ള ഇഷ്ടവും ഉത്സാഹവും കൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് പങ്കുചേർന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി എല്ലാവരും നല്ല ചിരിച്ച് കളിച്ചു. പക്ഷെ ഒരു ടീച്ചറെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചർക്ക് ചിരി മാത്രമല്ല, മുഖത്ത് ഭാവാഭിനയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ടീച്ചറുടെ പേരെന്താ? സ്മിത. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ? ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്? ക്ലാസിക്കൽ ഡാൻസറാണ്, 16 ഇയേഴ്സ്. അതിന്റെ ഒരു ഭാവപ്രകടനവും അപ്പം ഞാൻ മുഖത്ത് കണ്ടല്ലേ. അപ്പോൾ എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്? ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? ഞാൻ LKG തൊട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ കുറേ കാലമായിട്ട് ടച്ചില്ല. ഇപ്പോൾ ശരീരമൊക്കെ ഇളകിയപ്പോൾ ഇനി ഒരു ടച്ച് ആവാം എന്ന് തോന്നിയോ? തോന്നി. എന്ന് തോന്നി ടീച്ചറെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ? വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്. അല്ലല്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനാണ്. പക്ഷെ കണ്ട പറയില്ല, ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഇവിടെ കയറാൻ പറ്റിയതിലും ഇങ്ങനെ കളിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഞാൻ ആകെ തിരുവാതിരയുടെ ഭാഗം മാത്രമേ ചെയ്തുള്ളൂ. എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടോ? അല്ലല്ല, മുന്നേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടത് ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പോൾ ടീച്ചറെ ഇനിയും എനർജറ്റിക് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഒരുപാട് പെർഫോമൻസുകൾ ഉണ്ടാവട്ടെ. ഇനി അടുത്ത വർഷത്തിലും ഇതിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ, വേദി കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ അടുത്തൊരു പെർഫോമൻസ് ആയിട്ട് വരുന്നത് മലയാളി മങ്ക മത്സരമാണ്. നമുക്കറിയാം, ഓണത്തിന് മലയാളി മങ്ക കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ കളർഫുള്ളാണ്. കേരളീയ തനിമയിലെ വേഷവിധാനങ്ങൾ അണിഞ്ഞ ചുവടുകളുമായിട്ട് ആരാണ് ഈ വേദി കീഴടക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം പ്രേക്ഷകർക്കും അറിയാം ആരാണ് ആ മലയാളി മങ്ക. ഓണാഘോഷത്തിൻ്റെ കളർഫുൾ ഐറ്റങ്ങളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ശിങ്കാരിമേളാണ്. ആ ശിങ്കാരിമേളത്തിൻ്റെ വൈബ് കൂടി ആകുമ്പോഴാണ് ഓണം ശരിക്കും തിമിർക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനത്തെ തിമിർക്കൽ ഒന്ന് ആഘോഷിച്ചാലോ?
ഗേൾസ് ഓൺലി കോളേജാണ്. അവിടുത്തെ അധ്യാപകരെ ചുള്ളന്മാരായിട്ടുള്ള വൈബ് അധ്യാപകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ലേ? എല്ലാവരും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വൈബ് ഓണത്തിലാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓണം എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളുടെ? ഞങ്ങളുടെ 72 വർഷം പാരമ്പര്യമുള്ള ഈ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ഞങ്ങൾ മൈനോറിറ്റിയാണ്, പുരുഷ പ്രജകൾ, LF-ലെ ആൺപ്രജകൾ. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓണാഘോഷത്തെ വൈബാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ ഓണാഘോഷത്തിന് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ നന്മയും ഒരുമയുമാണ്. അതാണ് ഞങ്ങളുടെ ഓണം. എങ്ങനെയാണ് ജെൻസി ഓണാണോ സത്യത്തില്? അതാരാ പറയാ? ജെൻസി ഓണം. അതെ ജെൻസി ഓണമാണ്. നമ്മൾ ഞങ്ങളും ജെൻസി തന്നെയാണല്ലേ? അതെ, നമ്മൾ ജെൻസിയാണ്. എനിക്ക് 26 വയസ്സേ ഉള്ളൂ. കണ്ട പ്രായം തോന്നിക്കുമെങ്കിലും 26 വയസ്സേ ഉള്ളൂ. നമ്മളാരും വയസ്സ് ചോദിച്ചില്ലേ, പക്ഷെ അറിഞ്ഞോട്ടെ വെച്ചിട്ടാവൂല. ഇനി ഇതിലേക്കാട്ടിലും പ്രായം കുറഞ്ഞ ഏതെങ്കിലും മാഷുമാരുണ്ടോ? ഉണ്ട്, പറയൂ, പേര് പറയൂ. കണ്ണമ്മാഷ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മാഷാണ് കണ്ണമ്മാഷ്. കണ്ണമ്മാഷ് ഇവിടെ എത്ര വർഷമായിട്ട്? വർഷം 5 വർഷമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഈ പുതിയ 26 വയസ്സ് 24 വയസ്സ് മാഷുമാരൊക്കെ എങ്ങനെയാണ്? നമ്മളതിനൊക്കെ 18 വയസ്സായി ചുരുങ്ങല്ലേ അവരുടെ കൂടെ നിൽക്കും. കൂട്ടം കൂടുമ്പോൾ വയസ്സ് കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പോൾ വൈബായിരുന്നു ഓണം, കളർഫുൾ ആയിരുന്നു. അപ്പോൾ ശരിക്കും നിങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരല്ലേ? കാരണം ബാക്കി എല്ലാം ലേഡീസ് ഓൺലിയാണ്. രാജാക്കന്മാരും വേണ്ടേ? അത് ശരി, അപ്പൊ രാജാക്കന്മാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ആർപ്പോ വിളിച്ചാലോ? റെഡി? ആരാ തുടങ്ങണേ? ആർപ്പോയ് ആർപ്പോയ് ആർപ്പോയ്. മതിയില്ലേ മാഷേ? ഇനി ആർപ്പ് വിളിക്കണോ? ഇല്ല, ഓക്കെ. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്